നമസ്തേ, ഏവർക്കും രഞ്ജിനി വിനോദ് ബ്ലോഗിലേക്ക് സ്വാഗതം. പ്രകൃതി ഭംഗിയാൽ ധന്യമായ ഒരു പുണ്യഭൂമിയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. തൃശൂർ ജില്ലയിൽ അന്തിക്കാടിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ആലും താഴം ശ്രീ മഹാവരാഹി ക്ഷേത്രം. സപ്തമാതൃക്കളിൽ ഒരാളായ വരാഹി ദേവി പ്രധാന പ്രതിഷ്ഠയായിട്ടുള്ള ക്ഷേത്രം എന്ന് പറയുമ്പോൾ അത് അപൂർവതകളിൽ വെച്ച് അപൂർവതയാണ്. അങ്ങനെ ഇവിടെ വരാഹി ദേവിയാണ് പ്രധാന പ്രതിഷ്ഠയായിട്ട് കുടികൊള്ളുന്നത്. ഈ ക്ഷേത്ര വിശേഷങ്ങളിലേക്കാണ് നമുക്കിന്ന് കടന്നു ചെല്ലേണ്ടത്. അതിനായി ഇവിടെ കുടികൊള്ളുന്ന ആ അമ്മ തന്നെ വാക്കുകൾ നൽകി അനുഗ്രഹിക്കട്ടെ. തൃശൂർ നഗരത്തിൽ നിന്നും ഏകദേശം 19 കിലോമീറ്റർ അകലെയായി അന്തിക്കാട് വള്ളൂർ ദേശത്ത് വള്ളൂർ ആലും താഴം മഹാവരാഹി അഥവാ മഹാവാരാഹി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. അതിമനോഹരമായ അതിവിശാലമായ പാടശേഖരങ്ങളെ അഭിമുഖീകരിച്ചും കൊണ്ട് വടക്ക് ദർശനമായിട്ടാണ് ക്ഷേത്രം നിലകൊള്ളുന്നത്. വാരാഹി ഉള്ള ഊര് എന്നതിൽ നിന്നാണ് ഈ ദേശത്തിന് വള്ളൂർ എന്ന നാമം സിദ്ധിക്കുന്നത്. പണ്ട് ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നതായും പിന്നീടത് പ്രകൃതിക്ഷോഭത്താൽ നഷ്ടമായി പോയതാണെന്നുമൊക്കെ കഥകളുണ്ട്. ഈ പാടശേഖരത്തിൽ കൃഷി ആവശ്യങ്ങൾക്കായി കുഴിക്കുമ്പോൾ പലപ്പോഴും ക്ഷേത്രാവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുമുണ്ടത്രേ. ഒരു ആൽത്തറയിലുണ്ടായിരുന്ന ദേവീ ചൈതന്യത്തിൽ വിളക്കുവെപ്പും ഇവിടെ ഉണ്ടായിരുന്നതായി പറയുന്നു. പിന്നീടാണ് ദേവപ്രശ്നവും ക്ഷേത്ര പുനരുദ്ധാരണവുമൊക്കെ സംഭവിക്കുന്നത്. ഏകദേശം 5 വർഷങ്ങൾക്ക് മുമ്പ് ക്ഷേത്രം നിർമ്മിക്കുകയും വാരാഹി ദേവിയെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അതിനാൽ തന്നെ ക്ഷേത്ര നിർമ്മിതി പൂർണ്ണമായും നൂതനമാണ്. ക്ഷേത്രത്തിൽ ഇനിയും പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ആവശ്യവുമുണ്ട്. വടക്ക് ദർശനമായിരിക്കുന്ന ക്ഷേത്രത്തിൻ്റെ മുമ്പിലായി ദേവിയുടെ കാവൽക്കാരനായ ഗുളികനും മറ്റു ഭൂതഗണങ്ങൾക്കുമായി ഗുളികൻ തറയുണ്ട്. ഇവിടം കീഴ്ക്കാവ് എന്ന് അറിയപ്പെടുന്നു. പ്രധാന പ്രതിഷ്ഠ നിലകൊള്ളുന്നത് ഒരു ആൽത്തറയിൽ തന്നെയാണ്. ഈ ആലിനെ ചുറ്റിപ്പറ്റിയാണ് ശ്രീകോവിൽ നിർമ്മിച്ചിരിക്കുന്നത്. ശ്രീകോവിലിൻ്റെ മുകളിൽ പൂർണ്ണമായും അടച്ചിട്ടുമില്ല. അതിനാൽ തന്നെ മഴയും വെയിലും ഏറ്റ് പ്രകൃതിയുടെ ആരാധനകൾ ഏറ്റുവാങ്ങിയാണ് ഭഗവതി ഇവിടെ കുടികൊള്ളുന്നത്. വരാഹം അഥവാ പന്നിയുടെ മുഖവും കഴുത്തിനു താഴെ മനുഷ്യ സ്ത്രീയുടെ രൂപവുമുള്ള ദേവിയുടെ തൃക്കൈകളിൽ ദിവ്യായുധങ്ങളുണ്ട്. പ്രധാന ആയുധമായ കലപ്പ ശ്രീകോവിലിന് മുമ്പിലായി പ്രതിഷ്ഠിച്ചിട്ടുമുണ്ട്. കലപ്പയ്ക്ക് ഉപദേവതാ സങ്കല്പം തന്നെയാണ് കൽപ്പിച്ചിട്ടുള്ളത്. ശ്രീ ലാടഗുരു സങ്കല്പത്തിലുള്ള ഭദ്രകാളി ദേവി, ശ്രീ വീരഭദ്രസ്വാമി, ശ്രീ ഹനുമാൻ സ്വാമി, നാഗദേവതമാർ എന്നിവർ ഉപദേവതമാരാണ്. വൈഷ്ണവ ആരാധനയിലും ശൈവമതത്തിലും ശാക്തേയ ആരാധനയിലും താന്ത്രിക ശാക്തേയ സമ്പ്രദായങ്ങളിലും ബുദ്ധമതത്തിലുമൊക്കെ ആരാധിക്കുന്ന വരാഹി അഥവാ വാരാഹി ദേവി ഭക്തനെ ബാധിക്കുന്ന സർവ്വ ദുരിതങ്ങളെയും സ്തംഭിപ്പിക്കുന്ന അഥവാ ഇല്ലാതെയാക്കുന്ന കാരുണ്യമൂർത്തിയാണ്. ഭക്തൻ വിഷമിക്കുന്നത് കാണുന്നത് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ദേവിയാണിത്. അതിനാൽ തന്നെ ഒരു മാതാവിൻ്റെ സ്നേഹവും വാത്സല്യവും നൽകുന്നതിനോടൊപ്പം തൻ്റെ ഭക്തന് ഒരു പിതാവിൻ്റെ സംരക്ഷണം കൂടി ദേവി സമ്മാനിക്കുന്നു എന്നൊരു വിശ്വാസമുണ്ട്. അതിനാൽ തന്നെ ക്ഷിപ്രപ്രസാദിനിയായ ദേവിയെ ഉപാസിക്കുന്നവർ ഒരിക്കലും ദേവിയുടെ മുമ്പിൽ നിന്നും വെറും കൈയോടെ മടങ്ങിപ്പോവില്ല എന്നാണ് പ്രമാണം. ഹിരണ്യാക്ഷൻ എന്ന അസുരനെ വധിച്ച് ഭൂമിയെ ഉദ്ധരിക്കുവാൻ സാക്ഷാൽ മഹാവിഷ്ണു വരാഹാവതാരം സ്വീകരിച്ചപ്പോൾ ഭഗവാന്റെ അവതാരപൂർത്തീകരണത്തിനുള്ള ശക്തിയായി ഭവിച്ചത് വാരാഹി ദേവിയാണ് എന്നാണ് പറയപ്പെടുന്നത്. അതിനാൽ ഭൂമി സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതെയാകുവാൻ ഭൂമിയുടെ അധിപതിയായ ദേവിയെ ഉപാസിച്ചാൽ മതി എന്നാണ് വിശ്വാസം. അങ്ങനെയാണ് ഭൂമി ഉഴുതുമറിക്കുന്ന കലപ്പ ദേവിയുടെ പ്രധാന ആയുധമായി ഭവിക്കുന്നത്. മഹാത്രിപുര സുന്ദരിയായ ലളിതാ പരമേശ്വരിയുടെ സർവ്വസൈന്യാധിപയായ വാരാഹി ദേവി സദാ ദണ്ഡ് തൃക്കൈകളിൽ ഏന്തുന്നവളാകയാൽ ദണ്ഡിനി, ദണ്ഡനായിക, സേനാനാഥ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. കോലാമുഖി, പന്നിമുഖി, ഭൂശക്തി, വാർത്താളി, വിശ്വവിജയ, ഭദ്രകൗമുദി, പഞ്ചമീ ദേവി, ധൂമ്രരൂപി, മഹാകർണിക,
സമയേശ്വരി എന്നിങ്ങനെ അസംഖ്യം നാമങ്ങളുള്ള വാരാഹി ദേവി സപ്തമാതൃക്കളിൽ പഞ്ചമസ്ഥാനം അലങ്കരിക്കുന്നു. രക്തബീജൻ എന്ന അസുരന്റെ നിഗ്രഹത്തിനായി പടയുമായി എത്തുന്ന ചണ്ഡികാ പരമേശ്വരിയുടെ ഓരോ ശരീരഭാഗങ്ങളിൽ നിന്നാണ് സപ്തമാതൃക്കൾ ഉത്ഭവിക്കുന്നത്. വാരാഹി ദേവി ഭഗവതിയുടെ പൃഷ്ഠഭാഗത്ത് നിന്നാണത്രേ ഉത്ഭവിച്ചത്. കാർത്യായനി ദേവിയുടെ ജട നിലത്തടിച്ചപ്പോൾ സപ്തമാതൃക്കൾ ഉണ്ടായി എന്നും ദാരികവധത്തിനായി 6 ദേവന്മാരുടെ ശക്തികളിൽ നിന്നും 6 മാതാക്കളും 7ാമതായി ശിവനേത്രത്തിൽ നിന്ന് ഭദ്രയും ഉത്ഭൂതരായി എന്നൊക്കെ കഥകളുണ്ട്. അഷ്ടലക്ഷ്മി സ്വരൂപിണി കൂടിയാകയാൽ വാരാഹി ദേവി അഷ്ടദാരിദ്ര്യങ്ങളും ഇല്ലാതെയാക്കും എന്നും വിശ്വസിക്കുന്നു. രാത്രികാലത്ത് ആരാധിക്കുന്നവളാകയാൽ പാതിരാ പഞ്ചമി, രാത്രി ഭഗവതി എന്നൊക്കെ ദേവി അറിയപ്പെടുന്നു. പഞ്ചമി തിഥി അഥവാ പൗർണമി, അമാവാസി എന്നിവ കഴിഞ്ഞു വരുന്ന 5ാമത്തെ തിഥി ദേവിക്ക് ഏറെ പ്രാധാന്യമുള്ള ദിവസമാണ്. ഹിന്ദുമതത്തിൽ മാത്രമല്ല ബുദ്ധമതത്തിലും വജ്രവാരാഹി എന്നൊരു സങ്കല്പവുമുണ്ട്. നീല നിറമുള്ള ദേവിയുടെ വാഹനം മഹിഷമാണെന്ന് പറയപ്പെടുന്നു. 18ഉം 8ഉം 4ഉം തൃക്കൈകൾ ചില ഭാവങ്ങളിൽ കാണാനുമുണ്ട്. ഇങ്ങനെ ദേവിയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയാൽ ഒത്തിരി കാര്യങ്ങൾ പറയുവാനുണ്ട്. താന്ത്രിക വിധിപ്രകാരം ദേവിയെ ഉപാസിക്കുമ്പോൾ തീർച്ചയായും ഒരു ഗുരുനാഥന്റെ സാന്നിധ്യം അനിവാര്യവുമാണ്. ഈ ക്ഷേത്രത്തിൽ ദേവിയുടെ പ്രധാന വഴിപാട് ദേവിയുടെ പ്രധാന ആയുധമായ കലപ്പ സമർപ്പണമാണ്. കാര്യസിദ്ധിക്ക് അതിശ്രേഷ്ഠമായ ഈ വഴിപാട് എങ്ങനെ ചെയ്യണം എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ ക്ഷേത്രത്തിൽ നിന്ന് പറഞ്ഞു തരുന്നുമുണ്ട്. ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന മണ്ണ് സമർപ്പണം ഇവിടെ അതിപ്രശസ്തമാണ്. മലയാള മാസം വരുന്ന 2 പഞ്ചമി തിഥികളിലും ദേവിക്ക് ഏറെ പ്രിയപ്പെട്ട പഞ്ചമി പൂജ തന്ത്രിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കാറുമുണ്ട്. വൈകിട്ടാണ് ഈ പൂജ നടത്തുന്നത്. പഴങ്ങാമ്പറമ്പ് മനയ്ക്കാണ് താന്ത്രിക അധികാരമുള്ളത്. പാനക നിവേദ്യം, നാളികേരത്തിലുള്ള നെയ്വിളക്ക്, കൊഴുക്കട്ട നിവേദ്യം, ഗുരുതി എന്നിവ പഞ്ചമി പൂജയിൽ ഉൾപ്പെടുന്നു. അർച്ചനകൾ, പൂജകൾ, മുട്ടരക്കൽ എന്നിങ്ങനെ വേറെയും ഒത്തിരി വഴിപാടുകൾ ഈ ക്ഷേത്രത്തിലുണ്ട്. നാട്ടുകാർ ചേർന്ന കമ്മിറ്റി ഭരിക്കുന്ന ഒരു ദേശക്ഷേത്രമാണിത്. കൊടുങ്ങല്ലൂർ ഭരണിയുടെ തൊട്ടു മുമ്പത്തെ ചൊവ്വാഴ്ചയാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം ആഘോഷിക്കപ്പെടുന്നത്. ആനയില്ലാത്ത ഉത്സവത്തിന് കളംപാട്ട്, നാഗകളം, ഭദ്രകാളിക്കളം, പൊങ്കാല, കാളി ധാരിക നൃത്തം, ഊരുവലത്ത്, അന്നദാനം, കീഴ്ക്കാവിൽ ഗുരുതി എന്നിവ നടക്കുന്നു. ഗുരുതി കഴിഞ്ഞ് നട അടച്ചാൽ 7 രാവ് കഴിഞ്ഞ് നട തുറക്കുമ്പോൾ കീഴ്ക്കാവിൽ വടക്കും വാതിൽ കർമ്മം നടക്കുന്നു. നവരാത്രിക്കാലം അതിപ്രാധാന്യമുള്ള ഈ ക്ഷേത്രത്തിൽ ആ സമയത്ത് കുമാരി പൂജ നടക്കാറുമുണ്ട്. വിസ്തൃതമായ പാടശേഖരങ്ങളാൽ ചുറ്റപ്പെട്ട ഈ ക്ഷേത്രത്തിൽ ഇല്ലം നിറയ്ക്കും ഒത്തിരി പ്രാധാന്യമുണ്ട്. ഈ അടുത്ത കാലത്ത് ഇവിടെ ആദ്യമായി വാരാഹി തെയ്യം അരങ്ങേറി. അന്തകാസുരനെ വധിക്കുന്നതിനായി ദേവി വാരാഹി രൂപത്തിൽ അവതരിച്ച കഥ ഈ തെയ്യത്തിൻ്റെ രൂപത്തിന് വിഷയമാകുന്നു. കേരളത്തിലെ അതിപ്രശസ്ത എല്ലാ ഭദ്രകാളി ക്ഷേത്രങ്ങളിലും സപ്തമാതൃക്കളുടെ പ്രതിഷ്ഠയുണ്ട്. എന്നാൽ സപ്തമാതൃക്കളിൽ ഒരാളായ വാരാഹി ദേവി പ്രധാന പ്രതിഷ്ഠയായിരിക്കുന്ന ക്ഷേത്രം എന്ന വലിയ അപൂർവത തന്നെയാണ് ഇന്ന് ഇവിടെ എത്തിച്ചേരുവാൻ കാരണം. ഇത്തരം വ്യത്യസ്തമായ ആചാരങ്ങളും പ്രതിഷ്ഠകളും കഥകളും ഒക്കെ തന്നെയാണ് നമ്മുടെ ഭാരതീയ സംസ്കാരത്തെ വേറിട്ടതാക്കുന്നത്. എല്ലാ വ്യത്യസ്ത വഴികളിലൂടെയും സഞ്ചരിക്കുന്നത് അവസാനം ഏകമായ ചൈതന്യത്തിലേക്കാണ് എന്ന പൂർണ്ണത സമ്മാനിക്കുന്ന ഭാരതം എന്ന ദേവഭൂമിയിൽ ജനിക്കുവാൻ സാധിച്ച നാം ഓരോരുത്തരും അതീവ ധന്യരാണ്, പുണ്യാത്മാക്കളാണ് എന്ന അവബോധം കൂടിയാണ് ഓരോ പുണ്യപുരാതന ഭൂമിയും സമ്മാനിക്കുന്നത്.
ഇത്തരം ഭൂമികളെ അറിഞ്ഞുള്ള ഈ സഞ്ചാരം ഈശ്വരൻ എന്ന കാരുണ്യ സ്വരൂപനെ അറിയുവാനുള്ള പുണ്യ നിമിഷങ്ങൾ തന്നെയാണ് ഓരോ ഭക്തനു മുമ്പിലും വെച്ചുകൊടുക്കുന്നത്. നാം അത് തിരിച്ചറിയണം എന്നു മാത്രം. ഉഗ്രസ്വരൂപിണിയായ ക്ഷിപ്രപ്രസാദിനിയായ കാരുണ്യമൂർത്തിയായ ശ്രീ വരാഹീദേവി പ്രപഞ്ചത്തെ മുഴുവൻ സംരക്ഷിച്ചുകൊണ്ട് ഈ അതിസുന്ദരമായ പുണ്യഭൂമിയിൽ വാണരുളുന്നു. ആ അമ്മയുടെ സാന്നിധ്യത്താൽ ധന്യമായ ഈ പുണ്യഭൂമിയെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് വാക്കുകൾ അവിടുത്തെ ആ തൃപ്പാദങ്ങൾക്ക് അർച്ചനയായി സമർപ്പിക്കുന്നു. ശത്രുനാശിനിയായ ദേവി ബാഹ്യമായ ശത്രുക്കളോടൊപ്പം ആന്തരികമായ ശത്രുക്കളായ ഭയം, ദേഷ്യം, അസൂയ, മതമത്സര്യാദികൾ എന്നിവയെ കൂടി ഇല്ലാതെയാക്കി ശാശ്വതമായ ജ്ഞാനം പ്രദാനം ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞങ്ങൾ അതീവ ധന്യതയോടുകൂടി ഈ ഭൂമിയിൽ നിന്നും തൽക്കാലം വിടവാങ്ങുന്നു. ഓം കുണ്ടലിനി പുരവാസിനി ചണ്ഡമുണ്ഡ വിനാശിനി പണ്ഡിതസ്യ മനോന്മണി വാരാഹി നമോസ്തുതേ. അഷ്ടലക്ഷ്മി സ്വരൂപിണി അഷ്ടദാരിദ്ര്യനാശിനി ഇഷ്ടകാമപ്രദായിനി വാരാഹി നമോസ്തുതേ. ഏവർക്കും സർവമംഗളങ്ങൾ ആശംസിക്കുന്നു. ഇനി വേറൊരു പുണ്യഭൂമിയിൽ വെച്ച് നമുക്ക് കാണണം, സംവദിക്കണം. അതിനായി ശ്രീ വാരാഹി ദേവി അനുഗ്രഹിക്കട്ടെ. ജഗദംബികാ സ്മരണം. ശ്രീ മഹാദേവി നമഃ. അമ്മേ ശരണം, ദേവീ ശരണം.